മുംബൈ ഭീകരാക്രമണത്തിന്റെ ഇരുണ്ട ഓർമ്മകളുമായി കാസർഗോഡ് ജില്ലയിലെ സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് KL-14 വെൽഫെയർ അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. മാവുങ്കാലിലെ കൂട്ടായ്മയുടെ ആസ്ഥാനം മുതൽ ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തെ യുദ്ധസ്മാരകം വരെയായിരുന്നു റാലി. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. രാജ്യം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ മുംബൈ ഭീകരാക്രമണം നടന്നിട്ട് നവംബർ 26-ന് 17 വർഷം പൂർത്തിയായി. ഭാരതീയരുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത കറുത്ത മുദ്രകൾ ബാക്കിയാക്കിയ ആ സംഭവത്തിന്റെ ഓർമ്മ ദിവസത്തിലാണ് ഭീകരവിരുദ്ധ സന്ദേശ പ്രചരണം മുൻനിർത്തി കാസർഗോഡ് ജില്ലയിലെ സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് KL-14 വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലി നടത്തിയത്. സൊസൈറ്റിയുടെ മാവുങ്കാലിലെ ആസ്ഥാനത്ത് വെച്ച് വൈകിട്ട് 4 മണിയോടെ പ്രയാണം ആരംഭിച്ച റാലി കാഞ്ഞങ്ങാട് നീലേശ്വരം വഴി സഞ്ചരിച്ച് വൈകുന്നേരം 6 മണിയോടെ ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള യുദ്ധസ്മാരകത്തിനു മുമ്പിൽ സമാപിച്ചു. ശേഷം യുദ്ധസ്മാരകത്തിൽ ദീപങ്ങൾ തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി വീരമൃത്യു വരിച്ചവരെ അനുസ്മരിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിനെ കാക്കുന്ന സൈനികരുൾപ്പെടെയുള്ള ആൾക്കാരാണ് നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മുടെ നാടിനെയും രാജ്യത്തെയും സേവിക്കാൻ നമ്മളോടൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട സൈനികർക്ക് എല്ലാവിധ ഐക്യദാർഢ്യവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്നും നമ്മുടെ നാട് പല സ്ഥലത്തും ഭീകരാക്രമണങ്ങളായി യുദ്ധങ്ങളും അതുപോലെ തന്നെ അക്രമങ്ങളും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ വർഷങ്ങളായിട്ട് നടത്തപ്പെടുന്ന അല്ലെങ്കിൽ നടന്നു വന്ന ഓരോ അക്രമങ്ങളും ഒരു സ്മരണ എന്ന രീതിയിലേക്ക് ഇതുപോലുള്ള അനുസ്മരണ പരിപാടിയിലൂടെ നമ്മുടെ നാടിന് ഒരു കരുത്തുണ്ടാകുന്ന തരത്തിലേക്കുള്ള അനുസ്മരണ പരിപാടിയായി ഇതിനെ മാറട്ടെ എന്ന് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സോൾജേഴ്സിനെയും പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യാണ്. ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് E ശശിധരൻ അധ്യക്ഷനായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുവത്തൂർ ശാഖാ പ്രസിഡന്റ് രഞ്ജിത്ത്, വനിതാ വിംഗ് പ്രസിഡന്റ് C പ്രീത, എക്സ് സർവീസ്മെൻ ലീഗ് ചെറുവത്തൂർ ബ്രാഞ്ച് സെക്രട്ടറി ചന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കൂട്ടായ്മ സെക്രട്ടറി ജയൻ പൊന്നൻ സ്വാഗതവും TP അനിൽകുമാർ നന്ദിയും പറഞ്ഞു. കൂട്ടായ്മയിലെ അംഗങ്ങൾക്കു പുറമെ കുടുംബാംഗങ്ങളും നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.